ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റതേ ഉള്ളൂ. സംഭവം ഈ സമയത്ത് എണീക്കാറില്ല. ഞാൻ 9 മണിയൊക്കെ കഴിയും എണീക്കാൻ. പക്ഷേ ഇന്ന് അല്പം നേരത്തെ എണീറ്റു. എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് തൊഴിലുറപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അമ്മ എണീറ്റപ്പോൾ ഇത് തൊട്ട് താഴെ തന്നെയാണ്. അപ്പോൾ അമ്മ രാവിലെ പണിക്ക് പോയി. അപ്പോൾ പോകുന്നതിന് മുന്നേ അമ്മ നിറയെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് പോയി. എന്താണെന്ന് കാണണ്ടേ? അപ്പോൾ അതെനിക്ക് കാണിച്ചു തരണമെന്ന് തോന്നി രാവിലെ തന്നെ. സാമ്പാർ, മീൻ വറുത്തത്. ഇതെനിക്ക് നെല്ലിക്ക ഉപ്പിലിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചേക്കണത്, വിനേഗറൊക്കെ ഒഴിച്ചിട്ട്. അത് കണ്ടില്ലേ, എൻ്റെ ഫേവറേറ്റ് പച്ച അവിയൽ. ചോറിൽ ആവി പറക്കണു. ഇന്നത്തെ മുട്ടയും പുഴുങ്ങി വെച്ചിട്ടുണ്ട്, മധുരക്കിഴങ്ങും വേവിച്ചിട്ടുണ്ട്, അതിനപ്പുറത്ത് പഴവും ഉണ്ട്. അപ്പോൾ കണ്ടില്ലേ എന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചേക്കണേന്ന്. പിന്നെ ഇന്നലത്തെ ബീഫുണ്ട്, കുറച്ച് ബിരിയാണി ബാലൻസ് ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പായസം അങ്ങനെയൊക്കെ. പായസം പക്ഷേ ഞാൻ കഴിക്കില്ല, കാരണം അത് തലേന്നത്തെ അല്ലേ, ഞാൻ അങ്ങനെ കഴിക്കില്ല. തലേന്നത്തെ ഫുഡ് അങ്ങനെ അധികം ഞാൻ കഴിക്കാറില്ല. ചുമ പിടിച്ചു കുഞ്ഞിക്ക്. നല്ല തണുപ്പല്ലേ, ഒന്നാമത് ക്രിസ്മസും കൂടെ ആകുമ്പോൾ പിന്നെ പറയണ്ട, ഹെവി മഞ്ഞാണ്. ഒരു വൈകിട്ട് ഒരു 4:30-ക്ക് ശേഷം ഫുൾ മഞ്ഞാണ്. അപ്പോൾ അങ്ങനെ കുട്ടപ്പിക്ക് ചെറിയൊരു ചുമ വന്നു. വീണ്ടും എല്ലാം മാറിയിരുന്നതാണ്, പക്ഷേ പിന്നെയും വന്നു. ഇതിപ്പോൾ ഞാൻ അടുത്തില്ല എന്ന് മനസ്സിലാക്കി അമ്മേന്ന് വിളിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ വെയിലൊക്കെ വന്ന് തുടങ്ങണതേ ഉള്ളൂ, കുറച്ചൊരു ടൈം എടുക്കും. അപ്പോൾ ശരി, ഇത്രയേ ഉള്ളൂ. തരാ.